എല്ലാ ബുക്കുകളും പിന്നെ മാസം മാസം ക്ലാസ് നടക്കുന്നുണ്ട്. ഭാവബന്ധമൊടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനേൻ അല്പമെങ്കിലും അതിൽ തൽപതയിലുമെല്ലവേ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേനിയിലെത്തണേ. സേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭ തിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖരസം മറച്ചതിൽ പോറ്റി പുൽകരുതുധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും കാറ്റിലാടരുതതിൻ ശിഖാഞ്ചലം ചീർത്തിതിന്നൊളി തെളിഞ്ഞു പൊങ്ങിനേ വാർത്തിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്തിരീശമിഴി അഞ്ചിടുന്ന നിന്നൂർത്തി മുമ്പു നിഴൽ നീങ്ങി നിൽക്കണേ. ശ്രീനാരായണ ഗുരുരാധ്യാം ശിവലിംഗാരാധ്യ മധ്യമം ശ്രീ ബോധാനന്ദ പര്യന്തം വന്ദേ ഗുരുപരമ്പര. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ 171ാമത് ജന്മദിനം അഥവാ ചതയദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. ലോകത്തെമ്പാടും ഇന്ന് ഗുരുവിൻ്റെ ജന്മദിനം സമുചിതമായി ആഘോഷിക്കപ്പെടാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠത്തിൻ്റെ ആ ഗുരുപരമ്പരയുടെ ശിവഗിരി മഠത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഈ പെരുമനയിൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പലവട്ടം ഒരിക്കലും ആവർത്തിക്കാം. ഇത് മലയോര മേഖലയിൽ ഒരേ ഒരു യൂണിറ്റ് മാത്രമേ നിലവിലുള്ളൂ. പിന്നെ കണ്ണൂർ, തലശ്ശേരി, പാനൂർ ഭാഗത്താണ് ഏകദേശം 36 യൂണിറ്റുകളാണ് ഇന്ന് ഈ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ 1.5 വർഷം മുമ്പ് നമ്മൾ ആരംഭം കുറിച്ച ഈ ഒരു മഠത്തിന് ഏറ്റവും നല്ല മഠം, നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ട് ഏറ്റവും നല്ല മഠം എന്ന അവാർഡ് കിട്ടിയത് ഈ വർഷം നമുക്കാണ്. അപ്പോൾ ഈ പ്രവർത്തന മികവ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, മഹാഗുരുവിൻ്റെ ചിന്തകളും വചനങ്ങളും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മഹാഗുരുവിൻ്റെ മുഖകാന്തിക്ക് ഒരു കറുത്ത കുത്തോ പാടോ വരാത്ത തരത്തിൽ സമൂഹത്തിലേക്ക് നന്മകൾ വരുന്ന രീതിയിൽ യാതൊരുവിധ ജാതിമത ചിന്തയോ വർഗീയ ചിന്തയോ ഒന്നുമില്ലാതെ മദ്യം, ലഹരി എന്നിവ കമ്മിറ്റിക്കാർ കുടിക്കാതെ കൊടുക്കാതെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു യൂണിറ്റിനാണ് ശിവഗിരി മഠം അവാർഡ് നൽകുന്നത്. അപ്പം അങ്ങനെ ഒരു അവാർഡാണ് പെരുമനിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ MLA വന്നിട്ടുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ട്. ഈ പെരുമന പ്രദേശത്ത് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 10-80ഓളം ഹൈന്ദവ കുടുംബങ്ങളുണ്ട്. പക്ഷേ കുടിയേറ്റ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ഒരുമിച്ച് ചേർന്നിരിക്കാൻ ഒരു ക്ഷേത്രമോ ഒരു ആരാധനാലയമോ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. എന്തായാലും ഇതിൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 195 അംഗങ്ങളാണ് ഈ മഠത്തിലുള്ളത്. അപ്പോൾ ഇന്ന് കാക്കങ്ങാട്, മണത്തണ പ്രദേശങ്ങളിൽ ഈ ചതയാഘോഷം നടക്കുന്നത് കൊണ്ട് കുറേ പേര് അങ്ങോട്ട് പോയി. അതാണ് ഇവിടെ പങ്കാളിത്തം കുറഞ്ഞത്. എല്ലാ മാസവും ഇവിടെ കുടുംബയോഗം നടക്കുന്നുണ്ട്. മാസത്തിലൊരു പ്രാവശ്യം വൈകുന്നേരം അന്ന് ഞങ്ങളെല്ലാവർക്കും ക്ലാസ്സുകൾ, പഠനം, പാഠനം,
കുട്ടികളുടെ കഴിവുകളെ വികസിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ കൃതികളുടെ പഠനം, പ്രാർത്ഥനകൾ, പിന്നെ അതുര സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ മഠത്തിൽ നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ 1.5 വർഷം കൊണ്ട് 25ഓളം പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ചതയദിനമാണ്. ഇന്ന് നമ്മുടെ ഈ ചതയദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ പേരാവൂർ മണ്ഡലത്തിൻ്റെ MLA അഡ്വ സണ്ണി ജോസഫ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എന്തോ എനിക്കങ്ങനെയായിരുന്നു. കാരണം ഇപ്പോൾ KPCC പ്രസിഡന്റാണ്, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് രാവിലെയും വരാൻ താമസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചുമഠത്തിൻ്റെ ഈ ധന്യമായ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സണ്ണി ജോസഫ് ഖബറുകളെ ഈ മഠത്തിലെ മുഴുവൻ അംഗങ്ങളുടെ പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഈ പെരുമന്ന പള്ളി വികാരി അച്ഛൻ, നമ്മളിന്ന് പരിചയം ഉണ്ടാവില്ല. അച്ഛൻ പുതിയതായിട്ട് വന്നതാണ്. കൊളക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ ഞാൻ കൊടുത്ത വിഷയം ഈശ്വരാരാധന എന്നൊരു വിഷയമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അഷ്ടലക്ഷ്യങ്ങളിൽ ഒന്ന് ആണ് ഈശ്വരാരാധന. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള 1 മണിക്കൂർ നീളുന്ന ഒരു പ്രഭാഷണം ഉണ്ടാകും. ആ പ്രഭാഷണം ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റിക്കാർ ചെന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല. കാരണം സാധാരണ ഞായറാഴ്ച വരുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി പള്ളിയിലെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഈ കൊച്ചു പരിപാടിക്ക് വേണ്ടി ഈ മഠത്തിൽ വരികയും ആ മഹാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ മഠത്തിലെ എല്ലാ അംഗങ്ങളും ഹൃദയപൂർവ്വം അച്ഛനെ സ്വാഗതം ആശംസിക്കുകയാണ്. മൂന്നാമതായിട്ട് ചതയദിന സന്ദേശം നൽകുന്ന നമ്മുടെ വാർഡിൻ്റെ മെമ്പർ, 1-ാം വാർഡിൻ്റെ മെമ്പറാണ്. അതോടൊപ്പം കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടെയാണ്. ശാന്തി ടീച്ചർ നമ്മുടെ എല്ലാ ഉദ്ഘാടനം തുടങ്ങിയ എല്ലാ പരിപാടിയും അവിടെ എത്തിച്ചേരുന്നുണ്ട്. ശാന്തി ടീച്ചറെയും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ പേരാവൂർ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ശ്രീ സുജിത്ത് മാസ്റ്ററും സ്വാഗതം ആശംസിക്കുന്നു. മോഹനൻ കെ, ട്രഷറർ GDPS പേരാവൂർ മണ്ഡലത്തിൻ്റെ മോഹൻദാസ് NK, അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ മഠത്തിൻ്റെ ശാന്തികൾ, മഠം ട്രഷറർ രണ്ടുപേരും വന്നിട്ടില്ല. പിന്നെ മഠം വൈസ് പ്രസിഡന്റ് ശശി കുന്നത്ത്, ഈ മഠം ആരംഭിക്കാനും ഈ മഠത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശശി കുന്നത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ MLA ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ പരിശ്രമിച്ച മഠത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും മഠത്തിൻ്റെ എല്ലാമായിരുന്ന നമ്മുടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒക്കെയായിട്ടുള്ള ബിനു ചാലിൽ, അദ്ദേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അനവധി പേരുണ്ട്. ഇരട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ദിവാകരൻ, ഒരിടത്ത് കുടുംബാംഗം, അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സമയം തീരെ കുറവാണ്. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് MLAയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട MLAക്ക് KPCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട MLAക്ക് ഈ മഠത്തിൻ്റെ വക ഒരു ചെറിയ ആദരവ്. അപ്പോൾ ഇനി വരുമ്പോൾ ഒരു മന്ത്രിയായി ഇവിടെ വരും എന്ന ഒരു കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നൽകുന്നതിന് മഠത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശശിയേട്ടനെ ക്ഷണിക്കുകയാണ്. മൊമെന്റോ നൽകുന്നതിനായിട്ട് മഠത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ബിനുവിനെ ക്ഷണിക്കുകയാണ്. ഇതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദർശനം എന്ന ഗ്രന്ഥം നൽകുന്നതിനായിട്ട് മഠത്തിൻ്റെ സെക്രട്ടറി മോഹൻ കിളിയാങ്കത്തെ ക്ഷണിക്കുക. ഗുരുവിനെ കണ്ടിരുന്നു. കവി കുമാരനാശാനും ആയിരുന്നു ദ്വിഭാഷി. ഇവരുടെ ഇംഗ്ലീഷ് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ
അന്ന് തർജ്ജമ ചെയ്തത് കുമാരനാശാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ കുമാരനാശാനായിരുന്നു പരിഭാഷ. ഗുരു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിയുകയാണ്. ഒരുപക്ഷെ ടാഗോറിനുള്ളിൽ എന്നതിനേക്കാൾ ഏറെ അനന്തരം CF പാരീസിലുള്ള സ്നേഹിതൻ റോയ്മൻ റോളണ്ടിന് ഇങ്ങനെ എഴുതി. ഈ വന്ന ഇംഗ്ലീഷുകാരൻ പാരീസിലുള്ള അദ്ദേഹത്തിന് CF ആൻഡ്രൂസ് പാരീസിലുള്ള അദ്ദേഹത്തിന്റെ സ്നേഹിതന് കത്തെഴുതി. നമ്മുടെ ക്രിസ്തു അറബിക്കടലിന്റെ ഓരത്തുകൂടി ഒരു ഹിന്ദു സന്യാസിയുടെ ചേല ചുറ്റി അലയുന്നത് ഞാൻ കണ്ടു. നമ്മുടെ ക്രിസ്തു അറബിക്കടലിന്റെ ഓരത്തുകൂടി ഒരു ഹിന്ദു സന്യാസിയുടെ ചേല ചുറ്റി അലയുന്നത് ഞാൻ കണ്ടു. ക്രിസ്തുവിനെ പോലെ എന്നല്ല, ക്രിസ്തു എന്നു തന്നെ. അതാണ് ഒരു ക്രിസ്തുമത വിശ്വാസി ശ്രീനാരായണ ഗുരുവിനെ ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. എങ്കിൽ നമുക്കറിയാം ഗുരുദേവൻ എത്രയോ മഹത്വമുള്ള വ്യക്തിയാണ്, മഹാത്മ്യമുള്ള വ്യക്തിയാണ്. ഗുരുദേവന്റെ ചിന്തകൾക്ക് എത്രയോ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ പ്രയാസങ്ങൾക്ക്, രോഗങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, യുദ്ധ സമാനമായ അന്തരീക്ഷത്തിന്, കലഹത്തിന്, അസമാധാനത്തിന്, വർഗീയ വിദ്വേഷത്തിന് എല്ലാം മരുന്ന് ഒറ്റമൂലി ഗുരുദേവ ചിന്തകളാണ്. ആ ചിന്തകളാകട്ടെ ഇന്നത്തെ ദിവസത്തിൽ നമ്മളെ നയിക്കുന്നത് എന്ന ആഗ്രഹത്തോടെ ഈ മഠത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. എനിക്കൊരു പുസ്തകം തന്നതിന്, പ്രത്യേകിച്ച് ഗുരുദേവനെ കുറിച്ചുള്ള ഒരു പുസ്തകം തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇവിടുത്തെ ലൈബ്രറി ഞാൻ കയറി കണ്ടു. ലൈബ്രറിയിലെ പുസ്തകം കുറവാണ്. അതിനെ എനിക്ക് ഒരു പുസ്തകം തന്നതിന് ഒരു നന്ദിയായിട്ട് 10 പുസ്തകം എന്റെ ലൈബ്രറിയിൽ നിന്ന് ഈ മഠത്തിന്റെ ലൈബ്രറിയിലേക്ക് തരുന്നതായിരിക്കും. എന്റെ സ്റ്റാഫിനോട് ഇപ്പോൾ തന്നെ ആ പുസ്തകം സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുദേവ ജയന്തിയുടെ മംഗളങ്ങൾ നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സ്നേഹക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്. പള്ളിന് മുമ്പില് ഇത് അവിടെ കളിച്ച് വളർന്നതാണ്. ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത് ആദ്യകാലത്ത്, 7ാം ക്ലാസ്. പിന്നെയാണ് തൊണ്ടിക്ക് പോയത്. അന്ന് പള്ളിയും മടമുട്ടിയായിട്ട് അങ്ങനെ ഞങ്ങൾ ബന്ധം, എല്ലാവരും അങ്ങനെ ബന്ധപ്പെടും. ഒരു പുതിയ അച്ഛൻ വന്നാലേ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെ പരിചയപ്പെടും. അങ്ങനെ ഒരു ബന്ധമായിരുന്നു. പിന്നീട് നമ്മളെന്താ പറയുക, ഞാനിങ്ങനെ അച്ഛന് വിഷയം കൊടുക്കാൻ പ്രത്യേക കാരണമുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വിഷയം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട 8 വിഷയങ്ങൾ. ഒന്ന് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, സാങ്കേതിക പരിശീലനം എന്നീ 8 വിഷയങ്ങളിൽ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈശ്വരഭക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പെരുമന്ന പ്രദേശം, മടപ്പടിച്ചാല് പെരുമന്ന പ്രദേശത്തൊക്കെ ജീവിക്കുന്ന പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. ഇവിടെ പിന്നെ ക്രൈസ്തവ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങളും ഒരുമിച്ച് ഒരേപോലെ എല്ലാം കൃഷിക്കാരായിരുന്നു. പക്ഷെ പിന്നീട് പള്ളി വന്നു, പള്ളിക്കൂടം വന്നു, പിന്നെ അവർ ആധ്യാത്മികമായിട്ടുള്ള വളർച്ച അവരിലുണ്ടായി. അങ്ങനെ സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും ഉയർന്നപ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ഒരു ഉയർച്ച നമുക്കുണ്ടായില്ല എന്നത് യഥാർത്ഥത്തിൽ ഈ ആത്മീയതയുടെ ഒരു അറിവിൻ്റെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചത് നമ്മൾ ക്ഷേത്രത്തിൽ പോകും, തൊഴാൻ പോകും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണെന്നോ, അറിവാണ് ഭക്തി. യഥാർത്ഥത്തിൽ ആത്മജ്ഞാനമാണ് ഭക്തി. അപ്പം ധർമ്മം, അർത്ഥം, കാമ, മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം. എല്ലാവരും സുഖമാണ് കാക്ഷിക്കുന്നത്. സുഖം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരം ആത്മീയതയെക്കുറിച്ച് നമുക്ക് 2 കൈ, ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറകുന്നത് ഒരു ചിറകാണ് ആത്മീയത. ഈ ആത്മീയതയാണ് നമ്മൾ ഇനി തിരിച്ചു പിടിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ 1 മണിക്കൂർ നീളം നീളുന്ന ഒരു ആധ്യാത്മിക പ്രഭാഷണം, വിഷയം ആത്മീയത. അപ്പം എല്ലാവരും മൊബൈലിലേക്കൊന്ന് സൗണ്ട് കുറച്ച് കേട്ടോ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആരും ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മന്മഥൻ മുണ്ടപ്പിളക്കൽ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ചതയ ദിന സന്ദേശം നൽകാൻ ഇവിടെയായിരിക്കുന്നത് ശ്രീമതി ഷാൻഡി തോമസ്, പടിച്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ
മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ എന്നെക്കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വീട് എടൂരാണ്, ഇരട്ടി അടുത്തുള്ള എടൂര്. ഈ പള്ളിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. മിക്കവാറും ഞാൻ ഈ പ്രദേശത്തിലൂടെയാണ് പാസ് ചെയ്യുക. പക്ഷേ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എല്ലാ ദിവസവും രാവിലെ 8 മണി കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോകും, വൈകുന്നേരം 4:30-5 മണിയാകുമ്പോൾ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ മുഖദാമിൽ ഈ ഇടവയിലുള്ള വീടുകൾ പോലും പൂർണ്ണമായിട്ട് സന്ദർശിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഉള്ള ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മഠത്തിൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുക്കൽ വന്ന്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊക്കെ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണമല്ലോ, ഒരു ഏത് നല്ല കാര്യത്തോടും നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഒരർത്ഥത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പെരുമ്പന്ന ശാഖയുടെ ഇവിടുന്നത്തെ ചതയദിന ആഘോഷങ്ങൾക്ക്, അത് പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ്, ഒരു പശ്ചാത്തലത്തിലാണ്. നിങ്ങൾക്ക് എല്ലാ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും ഒരേ കൂട്ടായ്മയിൽ നിലനിൽക്കുക, വളരുക. ഗുരുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ മഠത്തിലെ അംഗങ്ങളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ തലത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതാണ് മനുഷ്യനെ വേണ്ടത്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ പാരിസ്ഥിതികമായ അന്തരീക്ഷം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത മതങ്ങൾ, ആ മതങ്ങളിൽ തന്നെ പല ജാതികൾ, ഉപജാതികൾ, വർണ്ണ വ്യത്യാസങ്ങൾ, ജാതി വൈവിധ്യങ്ങൾ, അങ്ങനെ ഒത്തിരി വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഭാരതം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്, നാനാത്വത്തിൽ ഏകത്വം. അങ്ങനെ ഒത്തിരി വൈവിധ്യങ്ങൾ, സാംസ്കാരികമായ ഒത്തിരി വൈവിധ്യങ്ങൾ. ഗുരു ശ്രീനാരായണ സ്വാമിജിയെ കുറിച്ച് പറയുമ്പോൾ ഭാരതീയ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് ഉള്ളതാണ്. അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ സ്വായത്തമാക്കി അറിവിൻ്റെ വൈവിധ്യമായ മേഖലകളിലൂടെ സംസ്കൃത പാണ്ഡിത്യമൊക്കെ നേടി. അങ്ങനെ അറിവിലൂടെയാണ് ലോകത്തെ കീഴടക്കാൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവ് മാനവകുലത്തിന് കൊടുത്ത ഒരു വ്യക്തിത്വം അദ്ദേഹം. അപ്പോൾ അതേ നമ്മൾ ചിന്തിക്കുക, ഈശ്വരാരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ പ്രധാനമായും എന്താ പറയുക, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമൂഹങ്ങളൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം. ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തിലെ ആരാധനകളും ആചാരങ്ങളുമൊക്കെ പ്രധാനമായിട്ടും സനാതന ധർമ്മത്തെ ആസ്പദമാക്കിയുള്ളത്. എന്താണ് ഈ സനാതന ധർമ്മം എന്ന് ചോദിച്ചാൽ ആർക്ക് പറയാൻ പറ്റും? എന്താണ് സനാതന ധർമ്മം? നിങ്ങൾ ഹൈന്ദവ പാരമ്പര്യത്തിൽ വിശ്വാസ ജീവിതം, ആരാധനകൾ, ആചാരങ്ങളൊക്കെ നയിക്കുന്നവരല്ല. സനാതനം എന്ന് പറയുന്നത് നിത്യമായി നിലനിൽക്കുന്നത്, ശാശ്വതം. ധർമ്മം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില തലങ്ങളാണ്. നമ്മൾ ഹൈന്ദവ ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു
4 ചതുർയുഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു യുഗം എന്ന് പറയുന്നത് 43,20,000 വർഷങ്ങളാണ് ഒരു യുഗം. ഇതിനെയാണ് മഹായുഗം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ആരാധനയുടെ സത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു യുഗം എന്ന് പറയുന്നത് 43,20,000 വർഷങ്ങൾ. അങ്ങനെ 4 യുഗങ്ങളാവും. ഈ 4 യുഗങ്ങൾ എന്ന് പറയുമ്പോൾ 4 യുഗങ്ങൾ, 4 വർണ്ണങ്ങൾ, 4 വേദങ്ങൾ, 4 ആശ്രമങ്ങൾ. ഇതാണ് ഹൈന്ദവ ജീവിതത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നത്. 4 യുഗങ്ങളിൽ ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് കൃതായുഗമാണ്. കൃതയുഗം. ഈ കൃതയുഗം എന്ന് പറയുന്നത് 17,28,000 വർഷങ്ങൾ ചേരുന്നത്. 17,28,000 വർഷങ്ങൾ ചേരുന്നത്. അപ്പോൾ ആ യുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈന്ദവ ജീവിതത്തിന്റെ ആരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ത്രിമൂർത്തികളിലുള്ള ആരാധനയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നു, വിഷ്ണു സ്ഥിതി, സുസ്ഥിരത, വികസനം, ജനിച്ച ഒരുവനെ, സൃഷ്ടിച്ച ഒരുവനെ പരിപാലിക്കുന്നു. അതാണ് വിഷ്ണു ഭഗവാന്റെ ദൗത്യം. ശിവ ഭഗവാൻ സംഹാര രൂപി. അപ്പോൾ ഈ ത്രിമൂർത്തികളിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ് ഭാരതീയ ഹൈന്ദവ പാരമ്പര്യത്തിലുള്ളത്. അപ്പോൾ ഈ പാരമ്പര്യത്തിൽ സൃഷ്ടാവ് സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചതിനെ എല്ലാം പരിപാലിച്ച് വളർത്തുന്നത് വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളാണ് ഈ മഹായുഗങ്ങളിൽ നമ്മൾ കാണുക. ആദ്യത്തെ യുഗമായ കൃതയുഗത്തില് വിഷ്ണു ഭഗവാന്റെ 4 അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 4 അവതാരങ്ങൾ. അപ്പോൾ നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ എത്രയോ വലിയ ആഴമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെ ചെല്ലുക. നിങ്ങൾ ഈശ്വര ആരാധനയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയി ഏതെങ്കിലും മാസത്തിൽ, അല്ലെങ്കിൽ അക്ഷയ തൃതീയ ദിനത്തിൽ, അല്ലെങ്കിൽ വൈഷ്ണവ മാസത്തിൽ, അല്ലെങ്കിൽ രാമായണ മാസത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ ആരാധന നടത്തുന്നു. ഞാൻ സ്കൂളിൽ കുട്ടികളോട് ചോദിക്കും, മക്കളെ രാമായണ മാസമല്ലേ വായിക്കാറുണ്ടോ? പിള്ളേർ പലപ്പോഴും നോയാണ് പറയുന്നത്. പലപ്പോഴും എനിക്ക് അപ്പം മഹാഭാരതത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ കുട്ടികൾ അതിനെക്കുറിച്ച് അറിവ് ഇല്ല. നിങ്ങളത് കൊടുക്കണം. നമ്മുടെ പാരമ്പര്യത്തിന്റെ സത്ത എന്താണെന്ന് ഓരോ വിശ്വാസിയും താൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു തലം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് 17,28,000 വർഷങ്ങൾ അടങ്ങിയ കൃതയുഗം. ആ യുഗത്തില് വിഷ്ണു ഭഗവാൻ 4 അവതാരങ്ങളെടുത്തു. ഒന്നാമത്തെ അവതാരമാണ് ഏതാണ്? മത്സ്യ അവതാരമാണ്. രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം. കൂർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ആമ. മൂന്നാമത്തെ അവതാരമാണ് വരാഹം. വരാഹം എന്ന് പറഞ്ഞാല് പന്നിയുടെ രൂപം. 4ാമത്തെ അവതാരമാണ് നരസിംഹം. ഉടല് മനുഷ്യന്റെയും ശിരസ് സിംഹത്തിന്റെ. ഈ 4ാമത്തെ അവതാരം, ഈ 4 അവതാരങ്ങൾ ചേർന്ന ഈ യുഗം എന്ന് പറയുന്നത് സത്യധർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുഗം. അവിടെ അധർമ്മത്തിന് വലിയ പ്രാധാന്യമില്ല, ആരും തെറ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. സനാതന ധർമ്മത്തില് സത്യം, നീതി, അസത്യം, സത്യം, നീതി എന്നതുപോലെ തന്നെ ജ്ഞാനം, അജ്ഞാനം, ശരി, തെറ്റ്, ഇങ്ങനെയുള്ള ചിന്തകൾ തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ജീവിതത്തെ കണക്കാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ധാരണയിൽ ഒരുവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റെന്താണെന്ന് അവനെ തിരിച്ചറിയാൻ പറ്റാതെ വരും. അങ്ങനെ ഉൾക്കാഴ്ചയില്ലാതെ ഒരുവൻ ജീവിക്കുമ്പോഴാണ് അവനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ചേർത്ത് നിർത്തിയെങ്കിൽ മാത്രമേ ശരി എന്താണെന്നും തെറ്റെന്താണെന്നും തിരിച്ചറിയാൻ പറ്റുള്ളൂ.
ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈശ്വരനിലാണ് ഈ സത്യത്തിന്റെ പൂർണ്ണതയെന്ന് നമ്മൾ തിരിച്ചറിയുക. ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ജ്ഞാനത്തെ ചേർത്ത് നിർത്തിയെങ്കിൽ മാത്രമേ ശരിയായ അറിവ് നമുക്ക് ലഭിക്കുള്ളൂ. ഞാൻ കുട്ടികളോട് പറയുന്നത്, എപ്പോഴും പറയുന്ന ഒരു രണ്ട് വേർഡിംഗ് ആണ്. എന്താണ് നോളജ്, എന്താണ് വിസ്ഡം. അറിവ് എന്താണ്, ജ്ഞാനം എന്താണ്. അറിവ് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ്, ആർജിച്ചെടുക്കാം. എങ്ങനെ ആർജിച്ചെടുക്കാം? നമ്മുടെ പഠനത്തിലൂടെ, നമ്മുടെ വായനയിലൂടെ നമ്മൾ സംശീകരിച്ചെടുക്കുന്നതാണ് അറിവെന്ന് പറയുന്നത്. ഈ അറിവിനെ ശരിയായ അറിവാക്കുന്നതാണ് ഏത്? ജ്ഞാനം. അത് എവിടെ നിന്ന് വരുന്നതാണ്? അത് ഈശ്വരനിൽ നിന്ന് വരുന്നതാണ്. ശരിയായ അറിവെന്ന് പറയുന്നത് ഈശ്വരൻ. അല്ലാത്ത അറിവ് ഒക്കെ തെറ്റാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ കൃതയുഗത്തില് സത്യധർമ്മങ്ങൾ മാത്രം നിലനിന്നിരുന്ന ശാന്തസുന്ദരമായ ഒരു അവസ്ഥയായിരുന്നു. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് സത്യം നിലനിന്നിരുന്നു, ജ്ഞാനം നിലനിന്നിരുന്നു, അറിവ് നിലനിന്നിരുന്നു. മനുഷ്യന് അതുകൊണ്ട് ആയുസ് കൂടിയിരുന്നു. അത് ഓർത്തിരിക്കുക. മനുഷ്യന് അന്ന് 400 വയസ്സ് 500 വയസ്സ്, നമ്മൾ ചില വായനകളിലൊക്കെ കാണാറുണ്ടല്ലോ, 500 വയസ്സ് ജീവിച്ചു, 800 വയസ്സ് വരെ ജീവിച്ചു. ആ കാലഘട്ടത്തിലെ മനുഷ്യന് ആയുസിന്റെ ദൈർഘ്യം, ആകുലത കൂടുമ്പോഴാണ് മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം കുറയുക, ഇല്ലേ? മനുഷ്യൻ ആകുലതയും വ്യാധിയും വെറുപ്പും വൈരാഗ്യവും മാത്സര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവന്റെ ആയുസ് പോലും കുറയുക. ശരീരപുഷ്ടി കുറഞ്ഞു പോകുന്നു, ശരീരം അപ്പോൾ ശോഷിച്ചു പോകുന്നു. എല്ലാ രോഗങ്ങളാണ്. അതിന്റെ കാരണം എന്താ? അവന്റെ ആകുലതകളാണ്. അപ്പോൾ സത്യയുഗത്തില്, ഈ കൃതയുഗത്തിന് സത്യയുഗം എന്നും കൂടി പേരുണ്ട്. അപ്പോൾ ആ യുഗത്തിന്റെ പ്രത്യേകത, വിഷ്ണു ഭഗവാൻ ഈ 4 അവതാരങ്ങളിലൂടെ ആ യുഗത്തെ സത്യധർമ്മ വിധികൾക്ക് വിധേയപ്പെട്ട് മനുഷ്യന് അന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യനങ്ങനെ സത്യധർമ്മ ജ്ഞാന വിശുദ്ധിയിൽ ഒക്കെ നിലനിന്ന് ഈശ്വര ചൈതന്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് കൃതയുഗത്തിന്റെ. രണ്ടാമത്തെ യുഗമാണ് ത്രേതായുഗം എന്നത്. ത്രേതായുഗത്തിന്റെ ആ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 12,90,000 വർഷങ്ങളാണ്. 12,90,000. ഭഗവാൻ വിഷ്ണു 3 അവതാരങ്ങൾ എടുത്തു. ഒന്നാമത്തെ അവതാരമാണ് വാമന അവതാരം. 5ാമത്തെ അവതാരമായിട്ടാണ് നമ്മൾ ഇന്ന് ചതയ ദിനത്തില് മഹാബലി, ഓണത്തിന്റെ പ്രധാനപ്പെട്ട തലം വാമനനും മഹാബലിയും, ഇല്ലേ? അപ്പൊ ഈ വാമനൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് വാമനനാണോ മഹാബലിയാണോ, ആരാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്? നമ്മളെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, വാമനൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് ആര്? വാമനൻ. വാമനൻ എന്തിനാണ് വിഷ്ണു ഭഗവാൻ എന്തിനാണ് വാമനനായിട്ട് അവതരിച്ചത് എന്ന് ഇതൊക്കെ ഐതിഹ്യങ്ങളിലെ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഹൈന്ദവ ജീവിതത്തിന്റെ അന്തസ്സത നിലനിർത്തുന്നത് വേദങ്ങള്, വേദാന്തങ്ങള്, ഉപനിഷത്തുകള്, ഇതിഹാസങ്ങള്, പുരാണങ്ങള് ഒക്കെയുണ്ട്. എത്ര പുരാണങ്ങളുണ്ട്? 10 മഹാപുരാണങ്ങളുണ്ട്. ശിവപുരാണം, വിഷ്ണുപുരാണം, ബ്രഹ്മപുരാണം, വാനരപുരാണം, ഭഗവത് പുരാണം, അങ്ങനെ ഒത്തിരി പുരാണങ്ങളുണ്ട്. ഈ പുരാണങ്ങളോട് ചേർത്ത് വെച്ച് 108 പുരാണങ്ങളുണ്ട്, ഉപപുരാണങ്ങളുണ്ട്. എത്ര ഉപനിഷത്തുകളുണ്ട്? നമ്മൾ പഠിക്കണം. 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി 10 മഹാ ഉപനിഷത്തുകളുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്തുകൾ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇതിഹാസങ്ങളായിട്ട് രാമായണവും മഹാഭാരതവും. ഇതാണ് ഹൈന്ദവ ജീവിതത്തിന്റെ അടിസ്ഥാനതരമായ മൂല്യങ്ങൾ എന്ന് പറയും. ഇതിനകത്ത് ഈ രാമായണം വായിക്കുന്നത് ഭഗവാൻ ശ്രീരാമനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ അതിൽ വായിക്കുക. അതിലൂടെയാണ് നമ്മൾ മനനം ചെയ്യുക. അവിടെയും എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. അപ്പോൾ ത്രേതായുഗത്തില് ഭഗവാൻ വിഷ്ണു 3 അവതാരങ്ങളുണ്ട്. അതിൽ 5ാമത്തെ അവതാരമാണ് എന്ന് പറഞ്ഞാൽ 4 അവതാരങ്ങൾ ഒന്നാം കൃതയുഗത്തിൽ സത്യയുഗത്തിൽ നടത്തിയ 5ാമത്തെ അവതാരമാണ് വാമന അവതാരം. ഈ വാമന അവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ കേരളീയ ഐതിഹ്യങ്ങളിൽ നമ്മൾ മാനിക്കുകയും ചെയ്യുന്ന സത്യത്തിന്, നീതിക്ക്, സമൃദ്ധിക്ക് ഒക്കെ വേണ്ടി നിലകൊണ്ട അസുര രാജാവാണ് മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ചില ഷണ്ടകളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഓർത്തിരിക്കുക.
അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഞാൻ ആദ്യം ഈ യുഗങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു വെക്കട്ടെ. അപ്പോൾ ഈ ത്രേതായുഗത്തിൽ വാമനാവതാരം വിഷ്ണു ഭഗവാൻ എടുക്കുന്നുണ്ട്. അത് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയാനും അദ്ദേഹത്തിന് വർഷത്തിലൊരിക്കൽ, അതുകൊണ്ടാണ് ത്രേതായുഗത്തിലെ മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ വരാനുള്ള വരം വാമനായ മഹാവിഷ്ണു കൊടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചിരഞ്ജീവിയായിട്ടുള്ള വരം ലഭിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നും മഹാബലിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ നിലനിൽക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം സത്യത്തിന് വേണ്ടി നിലനിന്ന വ്യക്തിയാണ്, നീതിക്ക് വേണ്ടി നിലനിന്ന വ്യക്തിയാണ്, തൻ്റെ വാക്കിന് വില കൊടുത്ത വ്യക്തിയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുക. സമൃദ്ധി നിലനിന്നിരുന്ന്, സമൃദ്ധിയും സാഹോദര്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ഇത് ദേവഗണത്തിന് അസ്വസ്ഥതയുണ്ടാക്കി. അപ്പൊ അതിനെ തുടർന്ന് ദേവമാതാവായ അതിഥി വിഷ്ണു ഭഗവാന് മുമ്പിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു, വരം നേടി. അങ്ങനെയാണ് അതിഥിയുടെ ഗർഭപാത്രത്തില് വാമനനായി മഹാവിഷ്ണു അവതരിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഐതിഹ്യപരമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല തൽക്കാലം. അപ്പോൾ 6ാമത്തെ അവതാരമാണ് നമ്മുടെ കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്ന പരശുരാമ അവതാരം. 7ാമത്തെ അവതാരമാണ് ഏത്? ശ്രീരാമ ഭഗവാൻ. അപ്പോൾ ത്രേതായുഗത്തിലാണ് രാമായണത്തിന്റെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞു വെച്ചതിന്റെ കാര്യം, ഇതിൽ കുറെ കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്. ഹൈന്ദവ ജീവിതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര സാക്ഷാത്കാരം. ഈശ്വര സാക്ഷാത്കാരം. അതിന് വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ കർമ്മമാണ് പ്രധാനം. കർമ്മം ചെയ്താൽ നീ മോക്ഷം പ്രാപിക്കുമെന്ന് ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ? എന്റെ കർമ്മം ചെയ്യുക. അപ്പോൾ 3 അവതാരങ്ങൾ ചേർന്നാണ് ത്രേതായുഗം. 12,96,000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ത്രേതായുഗം. അടുത്ത യുഗമാണ് ദ്വാപരയുഗം. ദ്വാപരയുഗം, അവിടെ ഭഗവാൻ വിഷ്ണു 2 അവതാരങ്ങൾ എടുത്തു. ഒന്ന് സമൃദ്ധിയുടെ, സമ്പത്തിന്റെ, ശ്രേഷ്ഠതയുടെ, വികസനത്തിന്റെ തലങ്ങളെ ആസ്പദമാക്കി ബലരാമൻ അവതരിച്ചു. 2ാമതായിട്ട് 9ാമതായിട്ട് വരുന്നത് ശ്രീകൃഷ്ണൻ. കൃഷ്ണ ഭഗവാൻ ഈ ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുക. ഈ ദ്വാപര യുഗത്തിന്റെ അന്ത്യം എന്ന് പറയുന്ന, അവസാനം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണമാണ്. അദ്ദേഹം മരിച്ച് സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് പറയുമ്പോൾ BC 3102. അപ്പോൾ BC 3102 എന്നൊക്കെ പറയുമ്പോൾ ഈ ദ്വാപര യുഗമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും തനതായ ശ്രേഷ്ഠത നിലനിൽക്കുന്ന വെങ്കല യുഗ സംസ്കാരം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഒക്കെ. നമ്മുടെ വെങ്കല യുഗത്തെ കുറിച്ചും ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഹാരപ്പൻ യുഗ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം. അപ്പൊ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ, രാഷ്ട്രീയ, മതാത്മക ജീവിതങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത് ഈ തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ദ്വാപര യുഗത്തിന്റെ അന്ത്യത്തോടു കൂടിയാണ് കലിയുഗം ആരംഭിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗം ഏതാണ്? ഞാനിത് പറയുന്നത് ഹൈന്ദവ പാരമ്പര്യത്തിലെ ഹൈന്ദവ വിശ്വാസ ജീവിതം അനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ ഈ കലിയുഗത്തിന്റെ പ്രത്യേകത എന്താ? കലിയുഗം എത്ര വർഷമുണ്ട്? 4,32,000 വർഷങ്ങളുണ്ട്. ഈ കലിയുഗത്തിന്റെ ഏതാണ്ട് 5,146 വർഷങ്ങളെ നമ്മൾ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും ഏതാണ്ട് 4,26,000 മേലെ വർഷങ്ങൾ ഇനിയും പിന്നിട്ടെങ്കിൽ മാത്രമേ കലിയുഗം അവസാനിക്കുകയുള്ളൂ. ഇത് ഭാരതീയ ഹൈന്ദവ പുരാണങ്ങളിലും അതിനോട് ചേർക്കപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങളിലുമൊക്കെ പരാമർശിക്കുന്നു. അപ്പൊ ഈ 4 യുഗങ്ങൾ, ഈ 4 യുഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ശ്രേഷ്ഠമായ ഹൈന്ദവ ജീവിതത്തിന്റെ ആരാധന ഗ്രന്ഥമാണ് ഏത്? വേദങ്ങൾ. വേദങ്ങൾ എത്രയുണ്ട്? അപ്പോൾ നിങ്ങൾ ഈശ്വരാരാധനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വേദങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം.
ഹൈന്ദവ ജീവിതത്തിന്റെ അടിത്തറയായ വേദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങൾക്കും അതിൻ്റെ ഉപവിഭാഗങ്ങളുണ്ട്. ഓരോ വേദത്തിനും സംഹിതകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്താണ് സംഹിത എന്ന് പറയുന്നത്? എന്തായിരിക്കാം? നമ്മൾ പഠനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന, പഠനത്തിലൂടെ ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന അടിസ്ഥാനങ്ങൾ സംഗീതങ്ങളായിട്ട് വരേണ്ടത്. ഈ ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, ഓരോ വേദത്തിനും സംഗീതകളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. അപ്പൊ ഈ 4 വേദങ്ങൾ, ഒരു വേദം കൂടി ഉണ്ട് എന്നാണ് ഋഷിവര്യന്മാര് പറഞ്ഞു വയ്ക്കുക. ആ വേദം ഏതായിരിക്കും? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു പുസ്തകമാണ്, വല്ല ഗ്രന്ഥമാണ്, വിശുദ്ധ ഭഗവത്ഗീത. ഇതാണ് 5ാം വേദമായിട്ട് കണക്കാക്കുക. അവിടെ